بسم الله الرحمن الرحيم لا إله إلا الله ملك الحق المبين محمد رسول الله صادق الوعد الأمين اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه أهل بيته أهل سراجه صلاة تكون لك رضاً ولحق أضاءً. സയ്യിദ്, നിങ്ങളിൽ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്: വിവേകവും പക്വതയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ ഖൈർ റളിയല്ലാഹുവിനെ പറ്റി വിശേഷിപ്പിച്ചതാണിത്. ജനങ്ങൾ വിവിധ ഇനം വിളനിലങ്ങളാണ്. ഇരുണ്ട യുഗത്തിൽ ഉത്തരമാരായവർ ഇസ്ലാമിൽ പ്രവേശിച്ച ശേഷവും ഉന്നതർ തന്നെ. മഹാനായ ഒരു സഹാബിയുടെ തീർത്തും വിഭിന്നമായ രണ്ട് ചിത്രങ്ങൾ ഞാൻ ഇവിടെ കാണാൻ പോകുന്നു. ഒന്ന് ജാഹിലിയത്തിൽ കരവിരുതാണെങ്കിൽ ഇസ്ലാമിൻ്റെ കനകാങ്കുലികൾ മനോഹരമായി കോറിയിട്ടതായിരുന്നു മറ്റേത്. ആദ്യത്തേത് ബനു ആമിറിൽപ്പെട്ട ഒരാളിൽ നിന്ന് ഷെയ്ബാൻ നിവേദനം ചെയ്യുന്നു: കഠിനമായ വരൾച്ച അനുഭവപ്പെട്ട ഒരു വർഷം. കൃഷിയും കന്നുകാലികളും നശിച്ചു തുടങ്ങി. ഗത്യന്തരമില്ലാതെ ഞങ്ങളുടെ ഗോത്രക്കാരായ ഒരാൾ ഹീറ എന്ന സ്ഥലത്തേക്ക് കുടുംബസമേതം മാറി താമസിച്ചു. അദ്ദേഹം തൻ്റെ കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു: ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. അദ്ദേഹം യാത്ര പറഞ്ഞിറങ്ങി. സമ്പത്ത് വല്ലതും കരസ്ഥമാക്കിയിട്ടല്ലാതെ വീട്ടിലേക്ക് മടങ്ങുന്ന പ്രശ്നമില്ലെന്നും സാധിച്ചില്ലെങ്കിൽ മരണമാണ് അവിഭാഗ്യമെന്നും അദ്ദേഹം തീരുമാനിച്ചിറക്കുകയും ശപഥം ചെയ്യുകയും ചെയ്തു. അത്യാവശ്യമുള്ള വസ്തുക്കൾ ഒരു കീശയിലാക്കി അയാൾ നടന്നു തുടങ്ങി. അന്ന് ഇരുട്ടുപോളം നടത്തം തുടർന്നു. സന്ധ്യ മയങ്ങി. മുമ്പിലതാ ഒരു ടെൻറ്റ്. സൂക്ഷിച്ചു നോക്കി. കമ്പിനു സമീപം ഒരു കുതിരക്കുട്ടിയെ കെട്ടിയിരിക്കുന്നു. അയാൾ ആത്മഹത്യ ചെയ്തു. ഇതുതന്നെയായിരിക്കട്ടെ തുടക്കം. പതുങ്ങിച്ചെന്ന് കുതിരക്കുട്ടിയെ അയച്ച് മുതുകിലേക്ക് കാലെടുത്ത് വെക്കാനാണ് ശ്രമം. പെട്ടെന്ന് പിറകിൽ നിന്നൊരു ശബ്ദം: കുതിരയെ തൊട്ടു പോകരുത്. അദ്ദേഹം വെറും കൈയോടെ തിരിച്ചു നടന്നു. അതിനുശേഷം തുടർച്ചയായി 7 ദിവസം വെറും നടത്തം മാത്രം. അവസാനം അദ്ദേഹം ഒരു ഒട്ടകമേച്ചിന് പുറത്തെത്തി. തൊട്ടടുത്ത ഒരു തുകൽ ടെൻറ്റുമുണ്ട്. അതിൻ്റെ വലിപ്പവും വിസ്തൃതിയും നല്ല പ്രതാപം വിളിച്ചറിയിക്കുന്നുണ്ട്. അദ്ദേഹം കണക്ക് കൂട്ടി: ഈ മൈതാനിയിൽ മേയുന്ന ഒരു ഒട്ടകക്കൂട്ടമുണ്ടാകുമല്ലോ, ഈ തമ്പിന് ഉടമസ്ഥനും ഉണ്ടാവും. സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. അദ്ദേഹം കൂടാരത്തിന് ഉള്ളിലേക്കൊന്ന് കണ്ണയച്ചു. മധ്യഭാഗത്തായി ഒരു പടുവൃദ്ധൻ ഇരിപ്പുണ്ട്. വൃദ്ധൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പതുങ്ങി ചെന്ന് അയാളുടെ പിന്നിൽ ഇരിപ്പുറപ്പിച്ചു. അധികം കഴിഞ്ഞില്ല. സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ ഊളിയിട്ട് കഴിഞ്ഞു. ആ സമയം മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം ഭീമാകരനും ആജാനുവുമായ ഒരു കുതിരക്കാരൻ അവിടെ എത്തി. നല്ല ആരോഗ്യവും ഉയരവുമുള്ള കുതിരപ്പുറത്താണ് വരവ്. അയാളുടെ ഇരുഭാഗം ഓരോ അടിമകൾ നടക്കുന്നു. കൂടെ 100ഓളം പെൺ ഒട്ടകങ്ങളും മുമ്പിൽ മറ്റൊരു കൂറ്റൻ ഒട്ടകവും. ടെന്നിനകത്ത് വന്ന് ഒരു ഒട്ടകക്കൂറ്റൻ മുട്ടുകുത്തി. ചുറ്റും മറ്റു ഒട്ടകങ്ങളും. തടിച്ചൊരു ഒട്ടകത്തെ ചൂണ്ടിക്കാണ്ട് അശ്വടൻ ഒരു അടിമയോട് പറഞ്ഞു: ഈ ഒട്ടകത്തെ കറന്ന് വൃദ്ധന് പാല് നൽകുക. അടിമ ഒരു പാത്രം നിറയെ പാൽ കറന്നെടുത്ത് വൃദ്ധൻ്റെ മുന്നിൽ വെച്ചിട്ട് സ്ഥലം വിട്ടു. പാത്രമെടുത്ത് വൃദ്ധൻ 1-2 ഇറക്ക് കുടിച്ചിട്ടുണ്ടാവും. അയാൾ പാത്രം താഴെ വെച്ചു. പതിയിരിക്കുന്നയാൾ വയോധികൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പാൽപാത്രം കൈക്കലാക്കി ഒറ്റ വഴിക്ക് മുഴുവനും കുടിച്ചു തീർത്തു. വൃദ്ധൻ തിരിച്ചു വന്ന് പാത്രം എടുത്തു കൊണ്ടുപോയി അയാൾ തൻ്റെ യജമാനനോട് പറഞ്ഞു: പ്രഭു, അദ്ദേഹം അത് മുഴുവനും കുടിച്ചിരിക്കുന്നു. അശ്വടൻ സന്തുഷ്ടമായി. അയാൾ പറഞ്ഞു: ഒരു ഒട്ടകത്തെ കൂടി കറന്നു കൊടുക്കൂ. അടിമ അപ്രകാരം ചെയ്തു. വൃദ്ധൻ ഒരു ഇറക്ക് മാത്രം കുടിച്ച് പാത്രം തറയിൽ വെച്ച് മുഴുവൻ കുടിച്ചാൽ അവർക്ക് വല്ല സംശയമുണ്ടായെങ്കിലോ എന്ന് ഭയന്ന് ഞാനെടുത്ത് പകുതി മാത്രം കുടിച്ചു. ശേഷം അയാൾ മറ്റേ വൃദ്ധനോട് ഒരു ആടിനെ അറുക്കാൻ ഉത്തരവിട്ടു. അയാൾ ആട്ടടിച്ച് വേവിച്ച് വൃദ്ധനെ ഭക്ഷിപ്പിച്ചു. ശുദ്ധടങ്ങിയെന്ന് കണ്ടപ്പോൾ അയാൾ വൃദ്ധനും കൂടി ഭക്ഷിക്കാൻ തുടങ്ങി. ശേഷം അവയെല്ലാം ശയ്യയിൽ കാട നിദ്രയിലാണ്ടു. ഉച്ചത്തിൽ കൂർക്കം വലിക്കൾ ഉയർന്നു. ഇത് തന്നെയാണ് നല്ല സന്ദർഭം. ഞാൻ ഒട്ടകക്കുറ്റൻ്റെ ബന്ധനം അയച്ചു മാറ്റി പുറത്തു കയറി മുന്നോട്ട് തെളിച്ചു. അതിൻ്റെ കൂടെ മറ്റു ഒട്ടകങ്ങളും യാത്രയായി. അന്ന് രാത്രി മുഴുവനും യാത്ര. നേരം പുലർന്നു കഴിഞ്ഞു. ഞാൻ ചുറ്റും കണ്ണോടിച്ചു. ഇല്ല, ആരും തന്നെ പിന്തുടരുന്നില്ല. ഞാൻ ശീഘ്രം ഒട്ടകങ്ങളെ തെളിച്ചു. ഏകദേശം പകൽ പകുതി എത്തിയിരിക്കുന്നു. ഞാൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അങ്ങ് ദൂരെ പൊട്ടുപോലെ എന്തോ ഒന്ന്. അല്പം കഴിഞ്ഞപ്പോൾ അതൊന്നും കൂടി വലുതായി. ഞാൻ സൂക്ഷിച്ചു നോക്കി. കുതിരപ്പുറത്ത് അതിവേഗം വരുന്ന ഒരു യോദ്ധാവാണിത്. അയാൾ തൻ്റെ നേർക്ക് കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഒട്ടകക്കൂട്ടങ്ങളുടെ ഉടമയാണ് അയാളെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. അയാൾ കളവ് പോയ തൻ്റെ ഒട്ടകങ്ങളെ അന്വേഷിച്ച് വരികയാണ്. ഞാൻ രണ്ടും കൽപ്പിച്ച് ഒട്ടകത്തെ തളച്ചു. അവനയിൽ നിന്നൊരു അസ്ത്രം വലിച്ചെടുത്തു. വില്ലുകുലച്ച് ജാഗരൂകനായി നിൽപ്പായി. ഒട്ടകങ്ങളെല്ലാം എൻ്റെ പിന്നിലാണ്. എൻ്റെ തയ്യാറെടുപ്പ് കണ്ടിട്ടാവണം അയാൾ ദൂരെ വെച്ച് തന്നെ കുതിരക്ക് കടഞ്ഞാണിട്ടു.
അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഒട്ടകത്തെ വേഗം അയച്ചു വിടുക. ഞാൻ വിളിച്ചു പറഞ്ഞു, സാധ്യമല്ല, വിശന്നു പൊരിയുന്ന കുറേ സ്ത്രീകളെയും വിട്ടാണ് ഞാൻ വരുന്നത്. അവർ ഇറായിലാണുള്ളത്. ഒന്നുകിൽ ഭക്ഷണം അല്ലെങ്കിൽ മരണം, ഇതാണ് എൻ്റെ പ്രതിജ്ഞ. ആഗതനും ഗോവാംഗതനായി വിളിച്ചു പറഞ്ഞു, തന്തയില്ലാത്തവൻ, മര്യാദയ്ക്ക് ഒട്ടകത്തെ അയച്ചു വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മരണത്തിന് ഒരുങ്ങിക്കൊള്ളുക. ഞാൻ തറപ്പിച്ചു പറഞ്ഞു, അയച്ചുവിടുന്ന പ്രശ്നമേ ഇല്ല. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നീ നശിച്ച തന്നെ. ശേഷം അസ്ത്രവിദ്യയിലുള്ള തൻ്റെ പ്രാവീണ്യം തെളിയിക്കാനെന്ന വണ്ണം അയാൾ പറഞ്ഞു, ആ ഒട്ടകത്തിൻ്റെ മൂക്കുകയർ ഉയർത്തി ഞാൻ അപ്രകാരം ചെയ്തു. അതിൽ 3 ചെറിയ വളയങ്ങളുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, അതിലേത് വളയത്തിലൂടെയാണ് ശരം പായിക്കേണ്ടത്? മധ്യത്തിലുള്ള വളയത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടി. അയാൾ നിൽക്കുന്നിടത്തു നിന്ന് തന്നെ അമ്പ് തൊടുത്തു വിട്ടു. കറക്റ്റ്, വളയം പിടിച്ച് അതിലേക്ക് കൊണ്ടുവന്ന് വെച്ചതുപോലെ. പിന്നെയും അതാ 2-3 പ്രാവശ്യം അയാൾ വസ്ത്രപ്രയോഗം നടത്തി. അതെല്ലാം മുടിനാരിക വ്യത്യാസപ്പെടാതെ വ്യാസം കുറഞ്ഞ് ആ മധ്യവളയത്തിലൂടെ ചീറിപ്പാഞ്ഞ് കടന്നുപോയി. അജയ്യനായ അമ്പെയ്ത്ത് വിദഗ്ധനാണ് തൻ്റെ പ്രതിയോഗിയെന്ന് ഞാൻ മനസ്സിലാക്കി. അയാളെ എതിരിടുന്നത് ആത്മഹത്യാപരമാണ്. എടുത്തു പിടിച്ചിരിക്കുന്ന അമ്പ് ആവനായിലെ തന്നെ നിക്ഷേപിച്ച് ഞാൻ വിനീതനായി നിന്നു. അയാൾ തൻ്റെ അടുത്ത് വന്ന് എൻ്റെ വാളും വില്ലും പിടിച്ചെടുത്ത് ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, കയറൂ എൻ്റെ പിന്നിൽ. അതല്ലാതെ നിർവാഹമില്ലല്ലോ. ഞങ്ങൾ യാത്രയായി. അയാൾ ചോദിച്ചു, ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നത്? ഞാൻ മറുപടി പറഞ്ഞു, എൻ്റെ ജീവൻ ഒടകത്തിലാണെന്ന് തന്നെ. തേരാളി അന്വേഷിച്ചു, എന്താണ് അങ്ങനെ ചിന്തിക്കാൻ? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്വത്തിൽ അതിക്രമം കാട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചല്ലോ. ഇപ്പോഴാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പിടിയിലുമാണ്. അതിനാൽ എൻ്റെ ചിന്ത ന്യായം തന്നെ. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ഇന്നലെ രാത്രി മുഹല്ലിൻ്റെ കൂടെ വശിക്കുകയും കുടിക്കുകയും ചെയ്ത ആളല്ലേ? പിന്നെയും ഞാൻ നിങ്ങളെ വധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മുഹൽഹിൽ എന്ന് കേട്ടയുടനെ ഞാൻ ചോദിച്ചു, സെയ്ദുൽ ഹൈൽ, അഭ്യാസിയായ സെയ്ദ് ആണോ താങ്കൾ? അതെ, അയാൾ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങളിൽ നിന്ന് നല്ല സമീപനം മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇനി ഭയപ്പെടേണ്ടതില്ല. ഞങ്ങൾ അയാളുടെ വാസസ്ഥലത്തു തന്നെ തിരിച്ചെത്തി. അദ്ദേഹം പറഞ്ഞു, ഈ ഒട്ടകക്കൂട്ടം എൻ്റേതായിരുന്നെങ്കിൽ പൂർണ്ണമായി എനിക്ക് തരുമായിരുന്നു. പക്ഷേ ഇതെൻ്റെ സഹോദരിയുടേതാണ്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്ക്. ഞാൻ ഒരു കൊള്ളക്കായുള്ള തയ്യാറെടുപ്പിലാണ്. അത് കഴിഞ്ഞ് നിനക്കാവശ്യമുള്ളത് നൽകാം. അല്പം ദിവസം കഴിഞ്ഞതേയുള്ളൂ. വനു നുമൈർ ഗോത്രക്കാർ താമസിക്കുന്ന ഗ്രാമം അദ്ദേഹം കൊള്ള ചെയ്തു. ഏകദേശം 100 ഒട്ടകങ്ങൾ അദ്ദേഹം പിടിച്ചെടുത്തു. അവ പൂർണ്ണമായി എനിക്ക് നൽകുകയും സുരക്ഷിതത്തിനായി കുറച്ചുപേരെ എൻ്റെ കൂടെ അയക്കുകയും ഉണ്ടായി. ഞാൻ എൻ്റെ കുടുംബം താമസിക്കുന്ന ഹിറയിൽ സസന്തോഷം തിരിച്ചെത്തി. ഇതായിരുന്നു സെയ്ദുൽ ഹൈലിൻ്റെ ജാഹ്ലിയ ജീവിതം. ഇസ്ലാമിൽ വന്ന ശേഷം അവരുടെ ചരിത്രഗ്രന്ഥങ്ങൾ അനാവരണം ചെയ്യുന്നത് കാണുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേൾക്കാനിടയായ സെയ്ദ് തൻ്റെ ജനതയിൽ നിന്ന് ഉന്നതരായ നേതാക്കൾ വിളിച്ചു ചേർത്ത ശേഷം തന്നോടൊപ്പം മദീനയിലേക്ക് വരാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും ക്ഷണിച്ചു. അദ്ദേഹത്തെ ഒരു വലിയ ജനക്കൂട്ടം അനുഗമിച്ചു. സുറബിനു സദൂസ്, മാലിക് ബിനു ജുബൈർ, ആമിർ ബിനു ജുബൈൻ എന്നിവരും മറ്റു ആ കൂട്ടത്തിലുണ്ട്. അവർ മദീനയിലെത്തി. മസ്ജിദുൻ നബവിയുടെ അടുത്ത് വാഹനങ്ങൾ നിർത്തി പള്ളിയുംപറയിൽ നിന്ന് കുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിൽ ആഞ്ഞു പതിച്ചു. പ്രവാചകനോട് മുസ്ലിങ്ങൾക്കുള്ള ആദരവും ബഹുമാനവും ആ വാക്കുകൾ അവരിൽ ഉളവാക്കുന്ന പ്രതിഫലനവും അവരുടെ അച്ചടക്കവും ശാന്തതയുമെല്ലാം നവാഗതരെ ആശ്ചര്യഭരിതമാക്കി. പുറത്തു വന്നിരുന്ന ആളുകളെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ഉസയേക്കാൾ ഞാനാണ് ഉത്തമൻ. നിങ്ങളുടെ ആരാധനാമൂർത്തിയായ കറുത്ത മരുക്കപ്പലിനേക്കാൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുക ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ വാക്കുകൾ സെയ്ദുൽ ഖൈലിൻ്റെയും കൂട്ടുകാരുടെ ഹൃദയങ്ങളിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്. ചിലർ സത്യബോധനം ഉൾക്കൊണ്ടു, മറ്റു ചിലർ അഹങ്കാരത്തോടെ പുറന്തിരഞ്ഞു കളഞ്ഞു. കൂട്ടത്തിൽ സുർബിനു സദൂസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ജനസമ്മതിയും അത്യുന്നത സ്ഥാനവും ദർശിച്ച മാത്രയിൽ കടുത്ത അസൂയയുണ്ടായി. അയാൾ ആശങ്കയോടെ കൂടെയുള്ളവരോട് പറഞ്ഞു, അറബികളെ മുഴുവൻ അടക്കി വരിച്ചേക്കാവുന്ന ഒരു മനുഷ്യനെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അയാളുടെ കീഴിലാകാൻ താല്പര്യപ്പെടുന്നില്ല. അയാൾ സിറിയയിൽ പോയി തല മുണ്ടനം ചെയ്ത് ക്രിസ്തുമതത്തിൽ അംഗമായി. എന്നാൽ സെയ്ദുൽ ഖൈലിനും കൂടെയുള്ളവർക്കും മറ്റൊരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ കഴിഞ്ഞ് മെമ്പറിൽ നിന്നിറങ്ങി തത്സമയം സെയ്ദ് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ചെന്നു നിന്നു. നല്ല സൗന്ദര്യവും അസാമാന്യ ഉയരവുമുള്ള ഒരു ആജാനുബാഹുവായിരുന്നു അദ്ദേഹം. കുതിരപ്പുറത്ത് കയറി ഇരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കാൽ ഭൂമിയിൽ സ്പർശിക്കുമായിരുന്നു. വടിവത്ത ആകാരവുമായി നിന്ന ശേഷം പ്രൗഢമായ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു,
മുഹമ്മദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അഭിമുഖം നിന്നും ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആഗതം പറഞ്ഞു, മുഅൽഹിലിൻ്റെ പുത്രൻ സെയ്ദുൽ ഖൈൽ. ഇത് കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, അല്ല, നിങ്ങൾ സെയ്ദുൽ ഖൈർ, നന്മയുടെ സെയ്ദാകുന്നു. നിങ്ങളെ മലപ്രദേശത്ത് നിന്ന് ഇവിടെ എത്തിക്കുകയും നിങ്ങളുടെ ഹൃദയത്തെ ഇസ്ലാമിന് പാകപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും. അതിനുശേഷം അദ്ദേഹം സെയ്ദുൽ ഖൈർ എന്ന പേരിൽ അറിയപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളാണ് ഇങ്ങനെ പുനർനാമകരണം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ അവരെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. കൂടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മറ്റു സഹാബികളും ഉണ്ട്. വീട്ടിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ സെയ്ദുൽ ഖൈറിന് ചാരിയിരിക്കാൻ ഒരു തലയണ നീക്കി വെച്ചു കൊടുത്തു. പക്ഷേ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ മുന്നിൽ ചാരിയിരിക്കാൻ ഒരു വിധത്തിലും സെയ്ദ് റളിയല്ലാഹുവിൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അദ്ദേഹം തലയണ തിരിച്ചു കൊടുത്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ അത് കണ്ട് അത് 2 പ്രാവശ്യം കൂടിയും സെയ്ദ് റളിയല്ലാഹുവിന് നൽകുകയുണ്ടായി. അപ്പോഴെല്ലാം അത് ബഹുമാനപുരസം നിരസിച്ചു. എല്ലാവരും ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ പറഞ്ഞു, സെയ്ദ്, എന്നോട് ഗുണങ്ങൾ പ്രവർത്തിക്കപ്പെട്ട ആരെയും ഞാൻ നിരീക്ഷിച്ചു നോക്കിയപ്പോൾ അവർ അത്രക്കൊന്നുമില്ലെന്ന് ബോധ്യപ്പെട്ടതാണ് അനുഭവം. എന്നാൽ അതിനവാദമായി ഞാൻ നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ പറഞ്ഞു, സെയ്ദ്, താങ്കളിൽ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങളുണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹു, എന്താണവ തിരുദൂതരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ പറഞ്ഞു, പക്വതയും വിവേകവും. സെയ്ദ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന വിശേഷണങ്ങൾ നൽകി അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. സെയ്ദ് റളിയല്ലാഹു അൻഹു തുടർന്നു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങ് 300 അശ്വടന്മാരെ എൻ്റെ കൂടെ അയച്ചു തന്നാലും ഞാൻ റോമിൽ പോയി കനത്ത സമ്പത്ത് പിടിച്ചുകൊണ്ട് വന്നു വരുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനക്കരുത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വലിയ മതിപ്പുണ്ടായി. അവിടുന്ന് പറഞ്ഞു, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു സെയ്ദ്, നിങ്ങൾ ധീരൻ തന്നെയാണ്. അങ്ങനെ സെയ്ദിനൊപ്പം വന്നിരുന്ന മുഴുവൻ പേരും സത്യവിശ്വാസികളായി മാറി. മഹാനായ സെയ്ദുൽ ഖൈർ റളിയല്ലാഹു അൻഹും കൂട്ടുകാരും നജദിലെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു. അവർക്ക് യാത്രാമംഗളം നേർന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം. മദീനയിൽ പടർന്നു പിടിച്ച പ്ലേഗിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മഹത്തായ ഇതിഹാസം അദ്ദേഹത്താൽ വിരചിതമാകുമായിരുന്നു. മദീന മുനബ്ബറയിൽ അന്ന് ഭയങ്കര പനി പടർന്നിരിക്കുകയായിരുന്നു. മഹാനായ സെയ്ദുൽ ഖൈർ റളിയല്ലാഹു അൻഹു എന്നിട്ടും മദീന വിട്ടില്ല. അപ്പോഴേക്കും അദ്ദേഹത്തെ പനി ബാധിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഹൈസ് ഗോത്രക്കാരുടെ നാട്ടിൽ നിന്ന് പോവുക. അങ്ങനെ പറയാൻ കാരണം ഞാനും അവരും ജാഹിലിയത്തിൻ്റെ മിഥ്യാഭിമാനത്തിൻ്റെ പേരിൽ പരസ്പരം പോരടിച്ചവരായിരുന്നു. അള്ളാഹുവാണ് സത്യം, ഇനി ഞാൻ മരണം വരെ ഒരു മുസ്ലിമായി ഏറ്റുമുട്ടുകയില്ല. വന്ധ്യരായ സെയ്ദുൽ ഖൈർ റളിയല്ലാഹു അൻഹു തൻ്റെ നാട്ടിലേക്കുള്ള പ്രയാണത്തിലാണ്. എന്നാൽ പനി അദ്ദേഹത്തെ അനുനിമിഷം വിരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സ്വന്തം ജനതയെ കാണുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യൽ അവരുടെ ഹൃദയത്തിലെ അടക്കാനാവാത്ത അഭിലാഷമാണ്. അദ്ദേഹവും മരണവുമായി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ ഇതിഹാസ പുരുഷൻ മരണത്തിന് കീഴടങ്ങി. അവരുടെ ഇസ്ലാമിക പ്രവേശനത്തിനും അന്ത്യശ്വാസം വലിക്കുന്ന സമയത്തിനുമിടയിൽ ഒരു തെറ്റുപോലും സംഭവിച്ചിട്ടായിരുന്നില്ല. അതിനുള്ള സന്ദർഭം ഉണ്ടായിരുന്നില്ലല്ലോ. അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ. ആമീൻ.